അഗ്നിശമന സേനയുടെ രക്ഷാപ്രവർത്തനം ചിലയിടങ്ങളിലെ വൻ തീ കെടുത്തിയെങ്കിലും മണിക്കൂറിൽ 129 കിലോമീറ്റർ വേഗമുള്ള കാറ്റിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വരണ്ട പുൽമേടുകളുള്ള സാന്റാ ആനയിൽ റെഡ് അലർട്ടുണ്ട്. ലോസ് ആഞ്ചലസ് കൗണ്ടിയിൽ 89,000 പേർ കൂടി ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകി. ലോസ് ആഞ്ചലസിലും സദേൺ കാലിഫോർണിയ കൗണ്ടികളിലുമായി 8,500 അഗ്നിശമന സേനാംഗങ്ങളാണ് രക്ഷാദൌത്യത്തിലുള്ളത്. സാന്റാ ക്ലാര നദീതടത്തിലെ ഉണക്ക പുൽമേടുകളിൽ പടരുന്ന തീ കാറ്റിൽ അടുത്ത പ്രദേശങ്ങളിലേക്ക് ആളിപ്പടർന്നേക്കുമെന്നതാണ് വലിയ ഭീഷണി. ഹേസ്റ്റ്, കെനത്ത് മേഖലകളിലെ തീ അണച്ചു. 1,00,000-ലേറെ പേരെ മാറ്റിപ്പാർപ്പിച്ച കാട്ടുതീയിൽ 24 പേർ കൊല്ലപ്പെട്ടു. 12,000 കെട്ടിടങ്ങൾ നശിച്ചു. തീ ഏറ്റവും കൂടുതൽ നാശമുണ്ടാക്കിയ പാലിസേഡ്സിൽ 23,713 ഏക്കറാണ് കത്തിയത്. ഈറ്റണിൽ 14,117 ഏക്കറും. തീ പടർന്നതുമായി ബന്ധപ്പെട്ട് 10 പേർ അറസ്റ്റിലുമായിട്ടുണ്ട്. ദുരന്തത്തിനിടെ കവർച്ചാ ശ്രമത്തിന് 9 പേരും അറസ്റ്റിലായി. ലോസ് ആഞ്ചലസിലെ അസ്യൂസയിൽ മരത്തിന് തീ വയ്ക്കാൻ ശ്രമിച്ച ഒരാളും പിടിയിലായി. തീയണയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം നൽകാത്തതിന്റെ പേരിൽ ലോസ് ആഞ്ചലസ് ജലവകുപ്പിനെതിരെ നാട്ടുകാർ കേസ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച തീ പടരുമ്പോൾ ജലവകുപ്പിന്റെ സംഭരണിയിൽ വെള്ളമില്ലായിരുന്നു. പ്രസിഡന്റ് ജോ ബൈഡൻ കാലിഫോർണിയയ്ക്ക് അധിക ധനസഹായം പ്രഖ്യാപിച്ചു. ഡെമോക്രാറ്റുകൾ ഭരണത്തിലുള്ള കാലിഫോർണിയയിൽ ദുരന്ത നിവാരണ നടപടികളിൽ ഉദാസീനതയുണ്ടെന്ന് ആരോപിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി രംഗത്തിറങ്ങി. തിങ്കളാഴ്ച അധികാരമേറ്റതിനു ശേഷം ഡൊണാൾഡ് ട്രംപ് ദുരന്ത മേഖല സന്ദർശിച്ചേക്കും. ചില ബാങ്കുകൾ ഭവന വായ്പ തിരിച്ചടവുകളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ മുതിർന്ന ഹോളിവുഡ് നടി ഡാലിസ് കറി കാട്ടുതീയിൽ മരിച്ചു. 95 വയസ്സായിരുന്നു ഇവർക്ക്. ഓട്ടഡീനയിലെ കത്തി അമർന്ന വീടിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ദി 10 കമാൻഡ്മെന്റ്സ്, ദി ബ്ലൂസ് ബ്രദേഴ്സ്, ലേഡി സിംഗ്സ് ഇൻ ദി ബ്ലൂ എന്നിവയാണ് ഇവരുടെ പ്രധാന സിനിമകൾ. കൂടാതെ ഓസ്കാർ നാമനിർദ്ദേശങ്ങളുടെ പ്രഖ്യാപനം 17 നടത്താനിരുന്നത് 23ലേക്ക് നീട്ടിയെന്ന് അക്കാദമിക് ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് അറിയിച്ചു. ലോസ് ആഞ്ചലസിലെ കാട്ടുതീ മൂലമാണ് ഇതിന് മാറ്റം വരുത്തിയത്. മാർച്ച് 2-നാണ് ഓസ്കാർ നിശ.